പറഞ്ഞു, ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറയിൽ വീട് പണിതാം ബുദ്ധിയുള്ള മനുഷ്യൻ. ഈ വചനം കേട്ട് ചെയ്യാത്തവൻ മണലിൽ മേൽ. അപ്പോ കാറ്റും കോളും അടിക്കാതിരിക്കാൻ വേണ്ടി കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കുകയല്ല, അല്ലേ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ പിന്നാലെ വന്നാൽ നിങ്ങൾക്ക് എന്തുണ്ട്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. അതൊക്കെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേക്കുവാണ്. കർത്താവ് കഷ്ടമുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മ ഈ കഷ്ടത അത് നമ്മുടെ ജീവിത ശൈലി, തെറ്റായ ജീവിത ശൈലി കൊണ്ട് വന്നതാണോ അതോ ഇത് ദൈവഹിതപ്രകാരമുള്ള കഷ്ടതയാണോ എന്ന് നാം തിരിച്ചറിയേണ്ടത്. അത് വചനമാണ് നമുക്ക് ആ വെളിച്ചം തരുന്നത്. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത കൂട്ടായ്മയിൽ അത് കുറച്ചുകൂടെ ആഴത്തിൽ ഓർക്കാനായിട്ട് കഴിയും. മത്തായി സുവിശേഷത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ച 5:6-31 മുതൽ വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കുമെന്ന് വിചാരപ്പെടേണ്ട. പിന്നെ ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. അപ്പൊ ഈ എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും, അപ്പൊ ഈ 3 കാര്യങ്ങൾ കർത്താവ് പറയുമ്പോ ഈ 3 വിഷയത്തിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? പ്രിയമുള്ളവരെ, തിന്നുക, കുടിക്കുക, ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്, അല്ലേ? ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇനി എന്തുടുക്കും, അപ്പോ ഉടുക്കുക, വസ്ത്രം ധരിക്കുക, അത് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യം ദൈവത്തിനറിയാം. നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് കർത്താവിനറിയാം, അല്ലെ? ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ജീവന്റെ നിലനിൽപ്പ് എങ്ങനെയാണെന്ന് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യങ്ങളുടെ മേൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഭാരപ്പെടണ്ട. ഈ കാര്യങ്ങളൊക്കെ ലോകജാതികളാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? മുമ്പേ അവന്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കണം. അത് ആ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരായാൽ, പ്രിയമുള്ളവരെ, മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നമ്മളെപ്പോഴും അറിയുന്നൊരു വാക്കാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം ഒന്നാമത് നാം ദൈവരാജ്യത്തിനും ദൈവിക കാര്യങ്ങൾക്കുമാണോ നൽകുന്നത് എന്നതിനെ കുറിച്ചാണ് നാം ഓർക്കേണ്ടത്. പ്രിയമുള്ളവരെ, പലപ്പോഴും ആ ദൈവിക കാര്യങ്ങൾക്ക്, ദൈവരാജ്യത്തിന്, പ്രിയമുള്ളവരെ, ആ ദൈവിക ഭരണത്തിന്റെ കീഴിലെ നാം ആയിരിക്കുന്നതിന്, ദൈവം നമ്മുടെ രാജാവാണെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മിൽ നടക്കേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, ദൈവത്തിന്റെ ഹിതമാണ് നമ്മിൽ നടക്കേണ്ടത്. എന്റെ ഇഷ്ടമല്ല. എന്റെ രാജ്യം മാറി എന്നിൽ പൂർണ്ണമായും ദൈവത്തിന്റെ രാജ്യം വരണം. ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിലായിത്തീരണം. ദൈവത്തിന്റെ രാജ്യം അത് ഭക്ഷണവും പാനീയവുമല്ല, പിന്നെ എന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ. നമ്മൾ ദൈവരാജ്യം യഥാർത്ഥമായി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണേ, നമുക്കതിനൊരു ഫലം അനുഭവിക്കാൻ പറ്റും. എന്താണ് ആ ഫലം എന്ന് പറയുന്നത്? ആ ഫലമെന്ന് പറയുന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ദൈവരാജ്യം അന്വേഷിക്കുന്നവൻ അനുഭവിക്കുന്നതാണ്. അപ്പൊ പ്രിയമുള്ള, പരിശുദ്ധാത്മാവിൽ സന്തോഷമെന്ന് പറയുമ്പോ, സമാധാനമെന്ന് പറയുമ്പോ, അത് എല്ലാം അനുകൂലമായി ലഭിച്ചിട്ട് നമ്മൾ അനുഭവിക്കുന്ന സമാധാനമല്ല. അത് ലോകമനുഷ്യനും കിട്ടുമല്ലോ. നല്ല ജോലി, ഒരു രോഗവും ഇല്ല, ഒരു ക്ലേശവും ഇല്ല, എല്ലാം അനുകൂലമാണെങ്കിൽ ആരാ സമാധാനം അനുഭവിക്കാത്തത്? ആരാ സന്തോഷിക്കാത്തത്? അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാൽ ഇളകി മറിയുന്ന ഈ ലോക ജീവിതത്തിൽ ഒരു വിശ്വാസി, ഒരു ദൈവവൈദ്യൻ മുന്നോട്ട് പോകുമ്പോ യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ദൈവരാജ്യം മുന്നമേ അന്വേഷിക്കുന്ന ആളാണോ? എത്ര കൊടുങ്കാറ്റടിച്ചാലും, എത്ര പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ആ വ്യക്തിക്കറിയാം, ദൈവമാണ് എന്റെ രാജാവ്, ദൈവമാണ് എന്റെ കർത്താവ്. അവിടെ അറിയാതെ എന്റെ തലയിൽ നിന്നൊരു മുടി പോലും താഴെ വീഴുകയില്ല. ഞാൻ അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതനാണ്. അതൊക്കെ കണ്ട ഭക്തന്മാർ പാടിയത്, ഞാൻ അവൻ ഉള്ളം കയ്യിൽ ഇരിക്കയാൽ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്ക് വന്ന് നേരിടുന്നത് എല്ലാം തൻ ഹിതമാണെന്ന് ഞാൻ
അറിയുന്നു. കാരണം ദൈവം രാജാവായതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടമേ നടക്കുകയുള്ളൂ. ഇത് തിരിച്ചറിയാതെ പലരും പറയും, അയ്യോ പിശാച് അങ്ങനെ ചെയ്തു, പിശാച് ഇങ്ങനെ ചെയ്തു. അല്ല ദൈവമക്കളെ, നമ്മൾ ദൈവമക്കളാണെങ്കിൽ, ദൈവമാണ് നമ്മുടെ രാജാവെങ്കിൽ, ഈ ദൈവത്തിന്റെ രാജ്യത്തിൽ കയറിയിട്ട് പിശാച് എന്ത് പരിപാടിയാണ് ഒപ്പിക്കുന്നത്? ദൈവം അനുവദിക്കാതെ പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നതിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യം, നല്ല ഉറപ്പുണ്ടാകണം. അപ്പോ നമ്മൾ വളരെ ശ്രദ്ധിക്കണേ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും, എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്ന് പറഞ്ഞാൽ ജീവൻ സംബന്ധിച്ച്, പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യം, ഇത് ഉൾക്കൊണ്ടുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വചനം 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? 2 പത്രോസിന്റെ ലേഖനം 1-ന്റെ 3-ാമത്തെ വാക്യം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നമുക്ക് ദാനം നമ്മുടെ ജീവനും ഭക്തിക്കും, അല്ലെ, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും അവിടുത്തെ ദിവ്യശക്തി നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അതിന്റെ ആരംഭത്തിൽ പറയുന്നത് തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. അപ്പൊ ദൈവമാണ് നമ്മെ വിളിച്ചതെങ്കിൽ, ദൈവത്തിന്റെ വിളി കേട്ടാണ് നാം ഇറങ്ങിയതെങ്കിൽ, നമ്മൾ വ്യക്തമായിട്ട് ഓർക്കണം, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയത്, നമ്മുടെ ആത്മീക ജീവിതത്തിന്, നമ്മുടെ ഈ ലോക ജീവിതത്തിന്, പ്രിയമുള്ളവരെ, ശരീരത്തിന്റെ ആവശ്യങ്ങൾ, നമ്മുടെ ജീവന്റെ ആവശ്യങ്ങൾ, നമ്മുടെ ആത്മാവിന്റെ നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം കരുതലുള്ള ഒരു ദൈവമാണ് നമ്മെ വിളിച്ചത്. അക്കരയ്ക്ക് പോകാൻ ശിഷ്യന്മാരോട് ദൈവം കർത്താവ് പറഞ്ഞപ്പോ കർത്താവിന്റെ വാക്ക് കേട്ടാണ് പോയതെങ്കിൽ ആ യാത്രയെ കരുതാനും ദൈവം വിശ്വസ്തനാണ് എന്ന കാര്യം നാം ഓർക്കുക. നമ്മൾ ഇന്ന് പകൽ ഇതിനോട് ചേർത്ത് ചിന്തിച്ചു പോകുന്ന ചില കാര്യങ്ങൾ, പ്രിയമുള്ളവരെ, മുമ്പേ അവന്റെ രാജ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒന്നാമത് ദൈവിക കാര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കണം. ഇത് കൊടുക്കാതെ വരുമ്പോ, പ്രിയമുള്ളവരെ, ആ മുൻഗണന ദൈവത്തിന് കൊടുക്കാനുള്ള തലത്തിലേക്ക് കർത്താവ് നമ്മെ നടത്തുന്ന ഒരു ശിക്ഷണത്തിന്റെ മാർഗങ്ങളുണ്ട്. അത് നമുക്ക് ഓർക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുക, ഒന്നാമത് മുമ്പേ ചെയ്യേണ്ട, ഏറ്റവും പ്രാധാന്യതയോടെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ വചനം പറയുന്നത് നമ്മളൊന്ന് ധ്യാനിച്ചു പോകുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഒരു വാക്യം കൂടെ അതിനോട് ചേർത്തൊന്ന് വായിക്കാമോ? 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മുമ്പേ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്നവന്റെ ജീവിതത്തിലും കാറ്റടിക്കുന്ന അവസ്ഥ ഉണ്ടാകും, പ്രതികൂലങ്ങൾ ഉണ്ടാകും. എന്നാൽ 1 യോഹന്നാൻ 2:28 വായിച്ചേ. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിനെ അവനിൽ വസിപ്പേൻ. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? കാറ്റടിച്ചോ പ്രതികൂലമുണ്ടായോ ഇതൊന്നുമല്ല വിഷയം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് എന്തുണ്ട്? അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകും. കർത്താവിന്റെ വരവിൽ കർത്താവിനെ എതിരേൽക്കാൻ, കർത്താവിനെ കാത്തിരിക്കാൻ, എന്റെ മരണമാണോ ആദ്യം സംഭവിക്കുക, യേശുക്രിസ്തുവിന്റെ വരവാണോ, എനിക്കത് നിശ്ചയമില്ല. പക്ഷെ എനിക്കൊരു ധൈര്യമുണ്ട്. എന്നാണ്? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ, പ്രിയമുള്ളവരെ, അവന്റെ പ്രത്യക്ഷതയിൽ എനിക്ക് അവന്റെ സന്നദ്ധിയിൽ കാണാനായിട്ട് കഴിയും. ആ ഒരു ധൈര്യം ഈ ഭൂമിയിലെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് നൽകുകയാണ്. അവിടുത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നദ്ധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന്. വാക്ക് ശ്രദ്ധിക്കണേ. അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് എന്തുണ്ടാകണം? നമുക്ക് ധൈര്യമുണ്ടാകണം. ഫിലിപ്പ് ലേഖനം 2:21 വായിക്കുമ്പോ പൗലോസ് അപ്പോസ്തലൻ ഒരു കാര്യം വളരെ ഭാരത്തോടെ പറയുന്നൊരു വാക്കുണ്ട്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കും. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. പ്രിയമുള്ളവരെ, 2:21 ശ്രദ്ധിച്ചോ? യേശുക്രിസ്തുവിന്റെ കാര്യമല്ല
സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. ആത്മീയ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, സഭാ കൂട്ടായ്മയിൽ, വിശ്വാസ ജീവിതത്തിൽ എല്ലാം എപ്പോഴും എല്ലാവരുടെയും മുന്നിൽ വരുന്ന കാര്യം എന്താണ്? സ്വന്തം കാര്യമാണ്, അല്ലേ? എന്റെ കാര്യം നടക്കണം, എന്റെ കാര്യങ്ങൾ നടക്കണം, എന്റെ കാര്യം നടക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യണം, അല്ലേ? ആരെ ആശ്രയിക്കണം? എന്റെ കാര്യം. ദൈവമക്കളെ, എന്റെ കാര്യം എന്നുള്ളതൊന്ന് വിട്ടിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചിന്ത, എനിക്ക് എന്നെ വിളിച്ച കർത്താവിന്റെ ഇഷ്ടം എന്നിലൂടെ നടക്കണം. അവിടെ പൗലോസിന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാവരും യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നത് എന്ന് പറയുമ്പോ നമ്മൾ ഓരോ ദിവസവും അത് പരിശോധിക്കണം. ഞാൻ ഇന്ന് ദൈവത്തിന്റെ കാര്യമാണോ അന്വേഷിച്ചത്? ഞാൻ എന്റെ ജീവിതത്തിൽ അതിന് എന്തെങ്കിലും ഒരു പ്രാധാന്യത കൊടുക്കുന്നുണ്ടോ? ദൈവികമായ കാര്യങ്ങൾക്ക് ഒരു മുൻഗണന എന്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ പ്രിയമുള്ള, തിരുവെഴുത്ത് പറയുന്നു, ഈ വചനങ്ങളെ കേട്ട് ചെയ്താൽ നമ്മുടെ ജീവിതം എങ്ങനെ പണിയപ്പെടുകയാണ്? പാറയിൽ പണിയപ്പെടുകയാണ്. കാറ്റടിക്കുന്നത് കണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട, തിരമാലകളെ കണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട, രോഗങ്ങളോ പ്രിയമുള്ളവരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ക്രിസ്ത്യ ജീവിതത്തിൽ നേരിടുന്ന മറ്റെന്തെങ്കിലും ക്ലേശങ്ങളോ, ഇതിന്റെ മേൽ ഒന്നും നിങ്ങൾ ഭാരപ്പെടണ്ട. കാരണം കർത്താവ് പറഞ്ഞു, എന്ത് തിന്നും എന്ത് ഉടുക്കും, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഭാരപ്പെടണ്ടെന്ന്. നിങ്ങളുടെ രോഗത്തെക്കുറിച്ച്, സാമ്പത്തിക തകർച്ചയെക്കുറിച്ച്, ജോലിയില്ലായ്മയെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ ഭാരപ്പെടണ്ട. നിന്റെ ദൈവത്തിന്റെ കാര്യത്തിന് ഒന്നാം സ്ഥാനം നൽകിക്കോ. യേശുക്രിസ്തുവിന്റെ കാര്യം എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി ഒരു ഉത്സാഹം കാണിച്ചോ. മറ്റേ കാര്യം കർത്താവ് നടത്തിക്കൊള്ളും. ഞാൻ എന്റെ ആത്മീയ ജീവിതത്തിൽ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രിയമുള്ളവരെ സമർപ്പിച്ച ഒരു 94 ആ കാലഘട്ടം, 92, 93 ഞാൻ ആ വീട് വിൽക്കാനും ആ പൈസ കൊണ്ട് അങ്ങനെ അത് ബാങ്കിലിട്ടു. അതിൽ നിന്നൊക്കെ ഒരു ചെറിയ ഇൻട്രസ്റ്റ് കിട്ടി. അങ്ങനെയാണ് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആദ്യം ക്രമീകരണം ചെയ്തത്. അന്ന് ഞാനായിരുന്നു സഭയിൽ നിന്നൊരു ഒരു സാമ്പത്തിക കൂട്ടായ്മ ലഭിക്കുന്ന സാഹചര്യം അല്ലായിരുന്നു. അപ്പോൾ കണ്ണാറയിൽ തന്നെ ശുശ്രൂഷയിൽ പോകണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം ചെയ്തത്. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുന്നത് ഒരു 94 ഇളയ കുഞ്ഞുങ്ങളെ ഉണ്ടായി. അപ്പൊ 3 മക്കള് ഉണ്ട്. ഞങ്ങൾ 5 പേരടങ്ങുന്ന കുടുംബം. ജീവിതം മുന്നോട്ട് പോകാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഭാരപ്പെട്ടു. വളരെ സാമ്പത്തിക വിഷയങ്ങളിൽ അങ്ങ് ഞെരങ്ങാനായിട്ട് തുടങ്ങി. വലിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നേരിട്ടു. കണ്ണാറയിലായതുകൊണ്ട് ഇന്നും കാണുന്ന ആളുകളല്ലേ, ആർക്കും അതിനെക്കുറിച്ച് ഒരു ബോധ്യം അങ്ങനെ ഇല്ല. ഞാൻ ആരോടും അത് പറയാറുമില്ല. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ആരോടും പറയാറില്ല. പറയാത്തതിന്റെ കാരണം വേറൊന്നുമല്ല, കാരണം വിളിച്ചത് കർത്താവാണല്ലോ ഇത് അറിയേണ്ടത്. അതുകൊണ്ട് ആരോടും അതങ്ങനെ പറഞ്ഞില്ല. പ്രിയമുള്ളവർ, അങ്ങനെ ഞെരങ്ങി മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് ഒരു ദിവസം ഇങ്ങനെ കുഞ്ഞിനൊക്കെ ഒരു അസുഖം വന്ന സമയത്ത് ഞാൻ ഈ അന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ പൈസ മിച്ചം വെച്ചിട്ട് ഒരു ചിട്ടി കൂടി. 250 രൂപ മാസം തോറും അടയ്ക്കുന്ന ഒരു ചിട്ടിയാണ്. ഈ ചിട്ടി കൂടിയതിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിള്ളേർക്കൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആരോടും ചോദിക്കണ്ടല്ലോ, ആ കാര്യമൊക്കെ നടത്താം എന്ന ചിന്തയിൽ തന്നെയാണ് ഞാൻ ആ ചിട്ടി കൂടിയത്. ചിട്ടി കൂടി 2 മാസം കഴിഞ്ഞപ്പോ ലിൻസിന് പനി വന്നു. ഒരു 10-15 ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ആശുപത്രിയിലും ഒക്കെ ആയിട്ട് അങ്ങനെ പോകേണ്ട ഘട്ടം വന്നു. പ്രിയമുള്ളവർ, അത് കഴിഞ്ഞ് ലിൻസിന്റെ പനി മാറിയപ്പോ ഫേബയ്ക്ക് പനി തുടങ്ങി. ഫേബയുടെ അസുഖം മാറിയപ്പോ വീണ്ടും ലിൻസിന് പ്രയാസമായി. ഇങ്ങനെ ഒരു മാസം ഇങ്ങനെ വളരെ അങ്ങ് വലയുന്ന അവസ്ഥ. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഞാൻ ഈ സങ്കടമൊക്കെ ഇരുന്ന കർത്താവിന്റെ അടുക്കൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നത്, നീ എന്തിനാ ചിട്ടി കൂടിയെന്ന്. ചിട്ടി കൂടുതൽ തെറ്റാണോ എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ പിന്നീട് ചിട്ടി കൂടിയിട്ടില്ല. പിന്നീട് സഭയ്ക്ക് വേണ്ടി സഭാ ഹോള് പണിയാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചിട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ചിട്ടി കൂടിയതെന്ന് അപ്പൊ എന്തെങ്കിലും കർത്താവ് ഒരു ആവശ്യം വന്നാൽ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടുണ്ടല്ലോ ഒരു ആവശ്യങ്ങൾ നടത്താൻ. അപ്പോ നീ പിന്നെന്താ നടത്താതെ? ഇപ്പൊ നടത്താലോ, ആവശ്യം വന്നിരിക്കുന്നു, പിള്ളേരുടെ ആവശ്യം വന്നിരിക്കുന്നു, നീ നടത്തിക്കോ. അപ്പോഴാണ് എന്റെ ബോഷത്തരം ഞാൻ മനസ്സിലാക്കിയത്. പ്രിയമുള്ളവർ, ഞാൻ ധരിക്കുന്ന എന്താ, എനിക്ക് നടത്താൻ പറ്റും, അല്ലേ? എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് കഴിയും. ഇല്ല ദൈവമക്കളെ, നമുക്ക് കഴിയില്ല.
നമുക്ക് കർത്താവിന്റെ കരുണയില്ലെങ്കിൽ കഴിയില്ല നമ്മളെ കൊണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവേ എന്റെ തെറ്റെന്നോട് ക്ഷമിക്കണം, ഞാൻ ആ ചിട്ടി പിന്നെ നടത്താൻ തയ്യാറായില്ല, അത് വെച്ച ആളോട് ഞാൻ പോയി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തുടർന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം കുറച്ച് ദേഷ്യപ്പെട്ടു. കാരണം ചിട്ടി കൂടിയിട്ട് ഇടയ്ക്ക് ഇട്ടേച്ച് പോരുമ്പോൾ അവർക്ക് പ്രയാസമാണല്ലോ. എന്തായാലും അതിൽ നിന്ന് ഊരിപ്പോന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ കാര്യം ഇങ്ങനെ ആയെങ്കിലും എന്റെ അസ്വസ്ഥതയ്ക്ക് പരിഹാരമൊന്നും വന്നില്ല. പിന്നെയും ഞെരുക്കമാണ്, പിന്നെയും ബുദ്ധിമുട്ട് വരുമ്പോൾ മനസ്സിന് അസ്വസ്ഥതയാണ്. തീരുമാനം അവിടെ തെറ്റിപ്പോയോ, സ്ഥലം വിറ്റതൊക്കെ മണ്ടത്തരായോ? കാരണം സ്ഥലം വിറ്റ് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും 1,93,000 രൂപയ്ക്ക് വിറ്റ സ്ഥലം പിന്നീട് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു കൊടുത്തത് 7 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയ ആള്. അപ്പൊ 2 ലക്ഷം രൂപ 2 വർഷം കൊണ്ടത് അത്രയും ഉയർന്ന നിലവാരത്തിലേക്ക് പോയി. അപ്പൊ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിൽ കരുതുന്നതാണ്, ആദിയാണ്, അയ്യോ മണ്ടത്തരായോ. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊച്ചു ആക്സിഡന്റിൽ പെടുന്നത്, ലിൻസൺ ആക്സിഡന്റിൽ പെടുന്നത്. മോൻ ആക്സിഡന്റിൽ പെട്ടു. അവന് 6 വയസ്സ് പ്രായമുള്ള സമയമാണ്, 94 ഏപ്രിൽ മാസത്തിൽ. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞ് ആക്സിഡന്റിൽ പെട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഈ വിവരം അറിഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. ഇതാണ് വചനം. അങ്ങനെയെങ്കിൽ ഈ വാഹനം കുഞ്ഞിനെ ഇടിച്ചപ്പോ ഞാൻ വണ്ടിയുടെ ഡ്രൈവറോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഞാൻ അവരോട് അല്ലെങ്കിൽ മറ്റു ആളുകളോട് കോപിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എന്നെ ഏതു നിലയിലാണ് അങ്ങ് തിരുത്തുന്നത്? അങ്ങയുടെ ഹിതത്തിന് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. പക്ഷേ ഇതൊരു നിത്യദുഃഖമാക്കി മാറ്റരുതേ എന്ന് ദൈവത്തോട് ഞാൻ കരഞ്ഞു പറഞ്ഞ രംഗം ഞാൻ ഓർക്കുന്നുണ്ട്. കർത്താവ് കരുണ കാണിച്ചു ദൈവമക്കളെ. ഞാൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ന്യൂറോയുടെ കാര്യം നോക്കുന്ന ഒരു തെലുങ്ക് ഡോക്ടറാണ്. ആ ഡോക്ടർ എന്റെ തോളയിൽ പിടിച്ചിങ്ങനെ കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഇതുപോലെ ഒരു ഷെയ്ക്ക് തലച്ചോറി സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവയവങ്ങൾക്ക് എന്തെങ്കിലും കേടുവരും, അതുകൊണ്ട് നിങ്ങൾ തലയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. കാലൊടിഞ്ഞ് തൊടയുടെ ഭാഗം അസ്ഥി ഇങ്ങനെ കയറിക്കിടക്കുവാണ്, അത് പിന്നെ നോക്കുന്നുള്ളൂ, തലയുടെ കാര്യമൊക്കെ നോക്കാം. അങ്ങനെ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ആ ഐസിയുവിന്റെ മുമ്പിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴല്ല എന്റെ ഉള്ളിലെ ചിന്ത, എന്തിന് ദൈവം അനുവദിച്ചു, എന്തിനാണ് ദൈവം അനുവദിച്ചത്? കർത്താവ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അതിനൊരു മറുപടിയില്ല. പ്രിയമുള്ളവരെ, നല്ലൊരു പൈസ ഹോസ്പിറ്റലിൽ ചിലവായി. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് തന്നെ പലരോടും പൈസയുടെ കാര്യം പറഞ്ഞു. അവർ പൈസ കൊണ്ടുതന്നു, കാര്യങ്ങളെല്ലാം നടന്നു. പെട്ടെന്ന് പിന്നെ കുഞ്ഞിനൊരു വിടുതലുണ്ടായി. ഈ കാല് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ കാല് സർജറി ചെയ്യേണ്ടി വന്നില്ല. അത് വെയിറ്റിട്ട് കഴിഞ്ഞപ്പോ അസ്ഥി ഇങ്ങോട്ട് ഇറങ്ങി, പിന്നെ അത് പ്ലാസ്റ്ററിട്ട് 10ാം ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ എന്റെ കയ്യിൽ 1500 രൂപയോളം എന്റെ കയ്യിലുണ്ട്. ഞാൻ പറയുന്നത്, അപ്പോൾ എന്റെ കണ്ണ് കർത്താവ് ഇത് എന്തിനെ കുറിച്ചാണ് ഭാരപ്പെട്ടത്? കുഞ്ഞിനൊരാവശ്യം വന്നാൽ, കുടുംബത്തിനൊരാവശ്യം വന്നാൽ എങ്ങനെ നടക്കും? അപ്പൊ ഞാൻ ചിന്തിച്ചു, പ്രിയമുള്ളവരെ, പലരിൽ നിന്ന് വായ്പയായിട്ടാണ് പൈസ വാങ്ങിയത്. പക്ഷെ വാങ്ങിയ പൈസ മുഴുവൻ ആസ്പത്രിയിൽ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അത് തിരിച്ചു കൊടുത്തു. അത് തിരിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള പൈസയാണ് ഞാൻ ഈ പറയുന്നത്. 1500 രൂപ എവിടെയുണ്ട്? അപ്പോഴാണ് ദൈവനോട് സംസാരിക്കുന്നത്, ദൈവം നീ എന്തിനെ കുറിച്ചാ ഭാരപ്പെടുന്നത്? ദൈവമക്കളെ, കർത്താവ് ഇങ്ങനെയൊക്കെ ഉറപ്പ് പറഞ്ഞാലും നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അകുലപ്പെടും. കർത്താവ് പറയുന്ന വാക്കെന്താ? എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടണ്ട, ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്താ? നിന്നെ എന്തിനാ വിളിച്ചത്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓർക്കണം, നമ്മെ എന്തിനാ വിളിച്ചത്? നാം ദൈവത്തിന്റെ കാര്യത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അവന്റെ രാജ്യം, അവന്റെ നീതി അന്വേഷിക്കുക. ആ ദൈവരാജ്യത്തിൽ, ദൈവിക ഭരണത്തിന്റെ കീഴിൽ ദൈവഹിതത്തിന് നമ്മെ ഏൽപ്പിച്ച് നാം മുന്നോട്ട് അവന്റെ ഇഷ്ടത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുക. ഉറപ്പാണ്, നമ്മെ കരുതാൻ ദൈവം വിശ്വസ്തനാണ്. കാരണം കരുതാമെന്ന് ദൈവം പറഞ്ഞു. ഇത് കൂടെ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല ദൈവമക്കളെ. ഞാൻ പിന്നെ എന്റെ ആ കാര്യത്തിൽ ദൈവം ഉറപ്പിച്ചു നിർത്തി. ഞാൻ ഓർക്കുന്നുണ്ട്, 1995 മുതലാണ് കണ്ണാറ ചർച്ചയിൽ നിന്ന് എനിക്കൊരു അലവൻസ്, ഒരു സാമ്പത്തിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു കൂട്ടായ്മ ലഭിക്കാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞു വന്നത്, പിന്നീട് 2005 വരെ 15 വർഷം കണ്ണാറയിൽ നിന്നപ്പോൾ പ്രിയമുള്ളവരെ, ദൈവം പിന്നെ ഞാൻ ഇടയ്ക്കൊരു വാക്ക് വിട്ടുപോയത്, അപ്പോ എന്റെ ചിന്തയിൽ ഒരു ആവശ്യം വരുമ്പോ നമുക്കൊരു കരുതലുണ്ടല്ലോ, ഇന്ന ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കരുതുന്ന ഒരു ചിന്തയുണ്ടല്ലോ, മാനുഷികമായിട്ടൊരു ചിന്ത വരും. പക്ഷേ നമ്മൾ ചിന്തിച്ച ഒരാളും അല്ല കരുതിയത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ആളുകളെയാണ് ദൈവം അതിനു വേണ്ടി ഒരുക്കിയത്.
ഞാൻ അത് പറയുന്നതിന്റെ കാര്യം അതിലൂടെ ദൈവം പഠിപ്പിച്ചത് തിരുവെടുത്താണ് പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അല്ലേ. നമ്മൾ പറയാറില്ല, നമ്മൾ പിറുപിറുക്കാറില്ലേ, എന്റെ ഒരു ആവശ്യം വന്നപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയില്ല, അവർ ചെയ്തില്ല, അവർ മിണ്ടിയില്ല, സഹായിച്ചില്ല. എന്തൊരു മോശത്തരാ നമ്മൾ പറയുന്നേ. പ്രിയ മനുഷ്യരാണോ നമ്മെ സഹായിക്കേണ്ടത്? മനുഷ്യരാണോ ആശ്വാസവാക്ക് പറയേണ്ടത്? നമ്മെ ആശ്വസിപ്പിക്കേണ്ടത് ആരാ? നമ്മെ കരുതേണ്ടത് ആരാ? സ്വർഗത്തിലെ ദൈവമാണ്. അപ്പൊ ദൈവത്തോട് നമ്മൾ വിശ്വസ്തരാകാൻ വേണ്ടി ഉത്സാഹിക്കണം. പ്രിയമുള്ളവരെ, ദൈവം കരുണയുള്ളവനാണ്. മനസ്സിൽ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസിന്റെ വാക്ക് ശ്രദ്ധിച്ചോ? എല്ലാവരും ആരുടെ കാര്യം നോക്കുന്നു? സ്വന്തം കാര്യം നോക്കുന്നു അല്ലേ. പ്രാർത്ഥിക്കുന്നത് ആരുടെ കാര്യമാണ്? സ്വന്തം കാര്യമാണ്. പ്രിയമുള്ളവരെ, സ്വന്തം കാര്യത്തിന് നേട്ടം ഉണ്ടാകാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യും. കാരണം എന്താണ്? അങ്ങനെ നമ്മൾ കേൾക്കുന്നത്, കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഇരട്ടി കിട്ടും, അപ്പോൾ ഇത്ര ഇരട്ടി കിട്ടാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യും അല്ലേ. അതിൽ പോലും സ്വന്തം കാര്യമാണ്. അല്ല, എനിക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. പക്ഷെ ഒരാളോട് കരുണ കാണിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ആവശ്യത്തിൽ ഇരിക്കുന്ന ഒരാളെ സഹായിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ദൈവസഭയുടെ കാര്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം റോമാലേഖനം വായിച്ചപ്പോ, പ്രിയമുള്ളവർ, റോമാലേഖനം 16-ാം അധ്യായത്തില് ഞാൻ ആ ഫേബയുടെ കാര്യം ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടു. എനിക്കത് വളരെ ഞാൻ ഒത്തിരി ഭാഗം വായിച്ചിട്ടുണ്ടെങ്കിലും ഈ മിനിഞ്ഞാന്നാണ് ആ ഒരു വചനം അങ്ങനെ ശ്രദ്ധിക്കുന്നത്. ഒന്ന് വായിക്കാമോ? റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 1-2 വാക്യങ്ങൾ. റോമാലേഖനം 16-ന്റെ 1-2 വാക്യങ്ങൾ. നമ്മുടെ സഹോദരിയും മംഗ്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്കും നിങ്ങളുടെ സഹായം വേണ്ടെന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ബലമേൽപ്പിക്കുന്നു. ഇവിടെ വാക്ക് ശ്രദ്ധിച്ചോ? ഇവിടെ കെംക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായ ഫേബ, അവിടെ ശുശ്രൂഷക്കാരത്തി എന്ന് പറയുമ്പോൾ പാസ്റ്ററാണെന്നൊന്നും ഓർക്കണ്ട കേട്ടോ. കാരണം ശുശ്രൂഷകരുടെ ലിസ്റ്റ് പറയുമ്പോൾ സഹോദരിമാരുടെ ലിസ്റ്റ് പറഞ്ഞിട്ടില്ല. എന്നാൽ സഹോദരിമാർക്ക് ശുശ്രൂഷയുണ്ട് അല്ലേ. പ്രവചന ശുശ്രൂഷയുണ്ട്. അത് തിരുവെടുത്ത് പറയുന്നു. ഫിലിപ്പോസിന്റെ മക്കൾ 4 പെൺമക്കൾ പ്രവചിക്കുന്നവരായിരുന്നു. മറ്റു പല കാര്യങ്ങൾ ശുശ്രൂഷകളുണ്ട്. അവൾ ഒരു ശുശ്രൂഷക്കാരത്തിയായിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കർത്താവിനെ ശുശ്രൂഷ ചെയ്ത ഈ ഫേബ എന്ന സഹോദരി ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വലിയ കഷ്ടതയിലായി. എന്താ കഷ്ടം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയുകയാണ്, ഈ ഫേബയെ നിങ്ങൾ എന്ത് ചെയ്യണം? സഹായിക്കണം. ഫേബയെ സഹായിക്കണമെന്ന് പൗലോസ് പറഞ്ഞിട്ട് അടുത്ത വാക്കൊന്ന് ഓർക്കണേ. താഴത്തെ വാക്യം, അടുത്ത വാക്യം എന്താണ്? അയ്യോ, അപ്പൊ 2 സന്ദേശം ഇതിനകത്തുണ്ട്. ഈ പലർക്കും എനിക്കും സഹായം ചെയ്ത ഫേബയെ ഇപ്പോ മറ്റൊരാൾ സഹായിക്കേണ്ട ഘട്ടത്തിൽ കർത്താവ് ആക്കിയത് ശരിയായോ? അല്ലേ? കാരണം അവൾ ചെയ്തതിന് തക്കവണ്ണം കൊടുക്കേണ്ടതല്ലായിരുന്നു. ഇവിടെ ഇതിലൊക്കെ ദൈവിക ഉദ്ദേശങ്ങൾ പലതാണ്, ദൈവിക പദ്ധതികൾ പലതാണ്. അപ്പൊ ഇവിടെ നിന്നുള്ള സന്ദേശം എന്നാണെന്നറിയാമോ? ഒന്ന്, പൗലോസ് അപ്പോസ്തലന് സഭയോട്, സഭയിലെ ഒരു സഹോദരിയെ ചൂണ്ടിക്കൊണ്ട് പറയാൻ കഴിഞ്ഞു, നിങ്ങൾ ആ വ്യക്തിയെ എന്ത് ചെയ്യണം? സഹായിക്കണം. എന്തുകൊണ്ട് സഹായിക്കണം? അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. കാരണം അവളും പലർക്കും, വിശേഷാൽ എനിക്കും സഹായം ചെയ്തു. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവസഭയോട് പറഞ്ഞ ഒരു സന്ദേശം നിങ്ങളുടെ ആരെയും മനസ്സിലുണ്ടോ? ഹിസ്കിയാവ് ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്നെ ഓർക്കണമേ. ഓർക്കുന്നുണ്ടോ? എന്നെ ഓർക്കണമേ. ആ വാക്ക് കർത്താവിന് കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം കർത്താവ് ഓർത്തു. മരിക്കുമെന്ന്, ഹിസ്കിയാവ് മരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞ പ്രവാചകനോട് പറയുകയാണ്, നീ ചെന്ന് പറ, ഞാൻ അവന്റെ ആയുസ്സിനോട് 15 വർഷം കൂട്ടിയിരിക്കുന്നു. കാര്യം എന്നറിയാമോ? ഹിസ്കിയാവ് ദൈവത്തിന് വേണ്ടി ചെയ്തത് മറക്കാൻ ദൈവത്തിന് കഴിയില്ല. ദൈവമക്കളെ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ ദൈവത്തിന് നമ്മെ ഓർക്കാൻ കഴിയുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. എന്ത് കഷ്ടം വന്നോട്ടെ, എന്ത് പ്രതിസന്ധി വന്നോട്ടെ, ആ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിന് നമ്മെ ഓർക്കാൻ കഴിയുന്ന ഒരു ആത്മീക ജീവിതം അല്ലേ. ഫേബയുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോ പൗലോസ് അപ്പോസ്തലന് സഭയോട് പറയാൻ കഴിഞ്ഞു, നിങ്ങളുടെ കൂട്ടായ്മയുടെ കരം ഫേബയുടെ നേരെ നീട്ടണം. കാര്യം എന്തെന്നറിയാമോ? അവൾ എനിക്കും ദൈവസഭയ്ക്കും എന്താണ്? വളരെ സഹായമായിരുന്നവളാണ് അല്ലേ. ആ വാക്ക് അവളും പലർക്കും, വിശേഷാൽ എനിക്കും
സഹായം ചെയ്തിരിക്കും. ഇന്നത്തെ ആളുകളാണെങ്കിൽ പറഞ്ഞേനെ, അന്ന് ആ സഹായം ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ ഓർത്തതാ കുത്തുവാള എടുക്കുന്ന. ഇതൊക്കെ ഇച്ചിരി പരിജ്ഞാനമൊക്കെ വേണ്ടേ അല്ലേ? ഇങ്ങനെയൊക്കെ വാരി വിതറി കൊടുത്താൽ പറ്റുമോ അല്ലേ? അതുകൊണ്ട് ഇപ്പൊ അവസാനം ഇപ്പൊ എന്തായി? ഇപ്പൊ അവസാനം കുത്തുവാള എടുത്തു എന്നൊക്കെ പറഞ്ഞേനെ അല്ലേ? പക്ഷെ അന്ന് ഭക്തന്മാർ അങ്ങനല്ല പറഞ്ഞത്. അവൾ ചെയ്തെങ്കിൽ, അവൾ വിതച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, അവൾ വിതച്ചെങ്കിൽ അതിനൊരു കൊയ്ത്ത് അവളുടെ ആവശ്യത്തിന്റെ മുമ്പിൽ അത് സംഭവിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, പ്രിയമുള്ളവരെ, കഷ്ടതയിലാകുന്ന, പ്രയാസത്തിലാകുന്ന സാഹചര്യങ്ങളൊക്കെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരും. ആ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, നാം വിതച്ചത്, നാം കഴിഞ്ഞ കാലങ്ങളിൽ നന്മ വിതച്ചത് നമുക്ക് കൊയ്യുന്ന സമയങ്ങളാണത്. അതുകൊണ്ട് എപ്പോഴും ഈ കാര്യത്തിൽ നാം ശ്രദ്ധയുള്ളവരാകണം. റോമാലേഖനം 15-ാം അധ്യായത്തിൽ മറ്റൊരു വാക്യം ഇതിനോട് ചേർത്ത് ഓർക്കാൻ പറ്റുന്നതുണ്ട്. 25-ാമത്തെ വാക്യം വായിക്കാമോ? റോമാലേഖനം 15:25. ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരൂശലേമിലേക്ക് യാത്രയാകുന്നു. പിന്നെ യെരൂശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക്. എഴുതിയത് തെറ്റായിരിക്കും അല്ലേ? ഭാഷ അല്ലേ? വിവർത്തനം ചെയ്തതിന്റെ തെറ്റാകാനായിരിക്കും സാധ്യത. കാരണം വിശുദ്ധന്മാര് ദരിദ്രരാവാൻ പറ്റുമോ? സാറാ, വിശുദ്ധന്മാർക്ക് ദാരിദ്ര്യം ഉണ്ടാകാമോ? വാക്ക് ശ്രദ്ധിച്ചോ? യെരൂശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കദോനിയിലും അഖായയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. പ്രിയ, അവർക്ക് ഇഷ്ടം തോന്നിയെന്ന് അല്ലേ? ദൈവമക്കളെ, നാം ഒരു പ്രതിസന്ധിയിലാകുമ്പോ എന്റെ നേരെ കൂട്ടായ്മയുടെ കരം നീട്ടാൻ ചിലർക്ക് ഇഷ്ടം തോന്നണം. എങ്ങനെയാണ് ആ ഇഷ്ടം തോന്നുന്നത്? നാം ആരായിരിക്കണം? നാം ഒരു വിശുദ്ധ ജനമായിരിക്കണം. ഈ ദാരിദ്ര്യത്തിൽ പോയ ജനത്തെ പൗലോസ്ലീഹ പരിചയപ്പെടുത്തുമ്പോ പൗലോസിന് പറയാൻ കഴിഞ്ഞു യെരൂശലേമിലെ വിശുദ്ധന്മാരെന്ന് അല്ലേ? അതെന്തൊരു ശ്രേഷ്ഠമായ വാക്കാണ്, യെരൂശലേമിലെ വിശുദ്ധന്മാർ. നമ്മളാണെങ്കിൽ പറഞ്ഞേനെ, ചെയ്തതിന്റെ ഫലം എന്ത് ചെയ്യാണ്? അനുഭവിക്കുകയാണ്. ദാരിദ്ര്യം നമ്മൾ പറഞ്ഞേനെ. പക്ഷെ പൗലോസ് വിവേചനമുണ്ട്. പൗലോസ് അത് പറഞ്ഞില്ല. അവർ വിശുദ്ധന്മാർ തന്നെയാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ഇപ്പോൾ അവർ ദാരിദ്ര്യത്തിലാണ്. പ്രിയമുള്ളവരെ, അടുത്തൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. 27-ാം വാക്യം. ഇഷ്ടം തോന്നി, അവർക്ക് ഇഷ്ടം തോന്നി എന്ന് മാത്രമല്ല, അത് അവർക്ക് കടവുമാകും. ഓഹോ, അപ്പൊ അത് അവർക്ക് കടവുമാണ്. എന്റെ കാരണം എന്നാണ്? ജാതികൾ അവരുടെ ആത്മീക നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണെന്നറിയാമോ? ഈ അഖായിലും മക്കദോനിയിലും ഒക്കെയുള്ള ആളുകൾ സുവിശേഷം കേൾക്കാൻ ഇടയായത് യെരൂശലേമിലെ ഈ ദൈവമക്കൾ മുഖേനയാണ്. ഇവിടെ നിന്നാണ് സുവിശേഷം അങ്ങോട്ടൊക്കെ ചെന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, കാരണം അവർ ആത്മീക നന്മ അനുഭവിക്കാൻ കാരണം ഈ വിശുദ്ധന്മാർ സുവിശേഷം അറിയിച്ചത് കൊണ്ടാണ്. പ്രിയമുള്ള, അതുകൊണ്ട് ഇവർക്കൊരു പ്രതിസന്ധി വന്നപ്പോ ഇവർ മുഖാന്തരം അവർ ആത്മീകമായി അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ അവരുടെ ഭൗതിക നന്മയിൽ ഈ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ അവർ കടപ്പെട്ടിരിക്കുന്നു. ഇതിലൂടെ സഭയ്ക്കുള്ള സന്ദേശം എന്താണ് സന്ദേശം? ദൈവമക്കളെ, നാം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകണം. നാം മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്ക് ഒരു അനുഗ്രഹമാകണം. നാം മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്ക് അനുഗ്രഹമായാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് നിശ്ചയമായിട്ടും ദൈവം ചിലരോട് സംസാരിക്കും. അവരുടെ ഭൗതിക നന്മകളിൽ നിന്ന് നമുക്ക് കൂട്ടായ്മകൾ ഉണ്ടാകുന്ന അവസ്ഥകൾ വരും. ഇങ്ങനെയാ സഭകൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയാണ് ദൈവജനം നിലനിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയാണ് ദൈവസഭയുടെ ക്രമീകരണം. പോകട്ടെ, നമ്മൾ എവിടെ നിന്നാണ് വന്നത്? മത്തായി സുവിശേഷം 6:33 വായിച്ചു. അവന്റെ രാജ്യവും നീതിയും എന്ത് ചെയ്യണം? അന്വേഷിക്കണം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അനുദപിക്കണം അല്ലേ? ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ കാര്യമൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്തിനു വേണ്ടിയാണ്? കുര്യാച്ചൻദാസൊക്കെ നേട്ടമുണ്ടാകാൻ വേണ്ടിയാണോ? നിങ്ങൾ 10 ആളുകൂടെ വന്നു കഴിഞ്ഞാൽ എന്റെ കണ്ണ് നിറയും അതുകൊണ്ടാണോ? അല്ല ദൈവക്കളെ, എനിക്കൊരു കാര്യം നല്ല ഉറപ്പുണ്ട്. നിങ്ങളുടെ തിരക്കിന്റെ ഇടയിലും നിങ്ങൾ ദൈവസഭ നിങ്ങളുടെ സ്വന്തം കുടുംബം എന്ന നിലയിൽ കണ്ടുകൊണ്ട് നിങ്ങൾ വില കൊടുത്താൽ അതൊക്കെ കുറിച്ചു വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അനുഭവിച്ചുകൊണ്ട് പറയുക, അതൊക്കെ കുറിച്ചു വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്.
പ്രിയമുള്ളവരെ, സമയത്ത് ആ കുറിച്ചു വെച്ചതൊക്കെ ഓർമ്മയിലെടുത്ത് പ്രവർത്തിക്കേണ്ട സമയം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരും. പ്രിയമുള്ള ഹിസ്കിയാവ് പറഞ്ഞു, ദൈവം എന്നെ ഓർക്കണമെന്ന് പറഞ്ഞപ്പോ പ്രിയമുള്ളവരെ ഓർക്കാതിരിക്കാൻ ദൈവത്തിന് കഴിഞ്ഞില്ലെന്ന്. അല്ലേ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ കാര്യത്തിൽ അവന്റെ രാജ്യവും നീതി ഒന്നാമത് അന്വേഷിക്കണം. രണ്ടാമതൊരു വാക്യം, മറ്റൊരു വചനം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 5:23 വാക്യമാണ്. അത് നമുക്ക് പരിചയമുള്ള വാക്യമാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിലകൊള്ളുക. ഒന്നാമത് എന്ത് ചെയ്യണം? ആദ്യം പറഞ്ഞത് എന്താണ്? ഒന്നാമത് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ? ഒന്നാമത് ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കണം. ഇവിടെ നാം വായിച്ചത് എന്താണ്? നീ യാഗം കഴിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ നിന്റെ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ എന്ത് ചെയ്യണം? നിന്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് എന്ത് ചെയ്യണം? സഹോദരനോട് നിരപ്പാകേണ്ട, വ്യക്തി ജീവിതങ്ങളോട് നിരപ്പാകേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ സഹോദരന് എന്റെ നേരെ വല്ലതുമുണ്ടെന്ന് ബോധ്യം വരുമ്പോ, പ്രിയമുള്ളവരെ, ഞാനും സഹോദരനുമായിട്ടുള്ള ഡീലിംഗ്സിൽ, പ്രിയ കുടുംബ ബന്ധങ്ങളിൽ, സഭാ കൂട്ടായ്മ ബന്ധങ്ങളിൽ ഞാൻ മുഖാന്തരം ആളുകൾ മുറിവേറ്റിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഞാൻ മുഖാന്തരം ആളുകൾ പകയ്ക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടോ? അതോ അവർ ചെയ്ത തെറ്റ് ഞാൻ ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ച് ഞാൻ അവരോട് ഹൃദയത്തിൽ വിദ്വേഷം വയ്ക്കുന്നുണ്ടോ? പ്രിയമുള്ളവർ, ഇതൊക്കെ ദൈവം നോക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കൂട്ടായ്മയിലൊക്കെ ഇന്നലെ കഴിഞ്ഞ വാസപ്രാർത്ഥനയിലും കൂടെ ഞാനത് ഒന്നോട് ആവർത്തിച്ചു പറഞ്ഞു. ദൈവം യാഗം കഴിക്കാൻ വ്യവസ്ഥ കൊടുത്തപ്പോ പ്രത്യേകം പറഞ്ഞൊരു വാക്കുണ്ട്. എന്നാന്നറിയാമോ? ഊനമില്ലാത്തതായിരിക്കണം. യാഗം എങ്ങനെയായിരിക്കണം? ഊനമില്ലാത്തതായിരിക്കണം. പ്രിയമുള്ളവരെ, അത് വളരെ കൃത്യതയോടെ പരിശോധിച്ചാണ് ഇസ്രായേൽ ജനം ദൈവത്തിന് യാഗം കഴിക്കാൻ കൊണ്ടുവന്നത്. അവരൊരു ആട്ടിൻകുട്ടി എടുത്തു കഴിഞ്ഞാൽ അവർ പരിശോധിക്കും, ഇതിന് എന്തെങ്കിലും ഊനമുണ്ടോ. അവർക്കറിയാം ഊനമുള്ളതിനെ അർപ്പിച്ചാൽ ദൈവം പ്രസാദിക്കില്ല. അതുകൊണ്ട് ഊനം ഇല്ലാത്ത യാഗം കഴിക്കാൻ അവർ ഉത്സാഹിച്ചിരുന്നു. അന്നത്തെ പുരോഹിതന്മാർ അത് മുതലാക്കി. എങ്ങനെയാണെന്നറിയാമോ? എത്ര ഊനമില്ലാത്തതിനെ കൊണ്ടുവന്നാലും അവർ പറയും എന്തുണ്ട്? ഊനമുണ്ട്. അങ്ങനെയാ ഈ ആലയത്തിൽ കച്ചവടം തുടങ്ങിയത്. ഒരു പാവപ്പെട്ടവൻ ഒരു ആടിനെ ഊനമില്ലാത്തതിനെ തെരഞ്ഞ് പറഞ്ഞ വില കൊടുത്ത് വാങ്ങി പുരോഹിതന്റെ അടുക്ക കൊണ്ടുവന്നപ്പോ പുരോഹിതൻ പറയുകയാണ്, ഇത് പറ്റില്ല, ഇതിനെന്തുണ്ട്? ഊനമുണ്ട്. അയ്യോ, ആ പാവപ്പെട്ടവന്റെ ഹൃദയം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. തന്റെ ഉള്ളതല്ലേ ഇത്രയും ദൂരത്ത് നിന്ന് പാപപരിഹാരത്തിന് വേണ്ടി ഒരാട്ടിൻകുട്ടിയെ കൊണ്ട് വന്നപ്പോ പുരോഹിതൻ പറഞ്ഞപ്പോ അങ്ങ പിന്നെ വേണ്ട, യാഗവും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, പള്ളിയും വേണ്ട, ഇട്ടേച്ചു പോകുകയല്ല ചെയ്തേ. താൻ ചിന്തിക്കുന്നു, അയ്യോ പിന്നെ എന്നാ മാർഗം? വഞ്ചകനായ പുരോഹിതൻ പറഞ്ഞ വാക്കെന്നറിയാമോ? അപ്പുറത്ത് മാടുകളെ വിൽക്കുന്നുണ്ട്, അവിടെ ഊനമില്ലാത്തതിനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഇതിന് കിട്ടുന്ന വിലയ്ക്ക് കൊടുത്തോ, എന്നിട്ട് അവിടെ ചെന്ന് ഊനമില്ലാത്തതിനെ വാങ്ങിച്ചോ. അപ്പൊ പ്രിയമുള്ളവർ, അവിടെ ചെല്ലുമ്പോ ആ ഊനമില്ലാത്തതിന് പുരോഹിതന്റെ ആളുകൾ പറയുന്ന വിലയ്ക്ക് ഈ പാവപ്പെട്ടവൻ വാങ്ങുകയാണ്. താൻ ഇത്രയും ദൂരം കൊണ്ടുവന്ന ആടിന് അവര് പറഞ്ഞ വിലയ്ക്ക് അതിനെ കൊടുക്കുകയാണ്. ഇതൊക്കെ ചെയ്യുമ്പോ ഈ ഭക്തന്റെ ഉള്ളിലെ ആഗ്രഹം എന്താണ്? ദൈവത്തിന് ഊനമില്ലാത്തൊരു യാഗം കഴിക്കണം, അല്ലെ? ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗം കഴിക്കണം. പ്രിയമുള്ളവർ, അതിനുവേണ്ടി താൻ വില കൊടുക്കുകയാണ്. ഇങ്ങനെ വില കൊടുത്ത് ദൈവത്തിന് യാഗം കഴിച്ച് മുന്നോട്ട് പോയ ജനം മാലാഖി പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്നപ്പോ പ്രവാചകനിലൂടെ ദൈവം പറയുന്ന വാക്കെന്നറിയാമോ? നിങ്ങൾ കണ്ണുപൊട്ടിയതിനെയും മുടന്തുള്ളതിനെയും ഇപ്പൊ യാഗം കഴിക്കാൻ കൊണ്ടുവരുന്നു. നിങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോ തന്നെ നിങ്ങൾ ഇതിന് ഊനമുള്ളതാണെന്ന് പരിശോധിക്കുകയല്ല ചെയ്യുന്നത്, ഊനമുള്ളതാണെന്ന് അറിഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? യാഗം കഴിക്കാൻ വരുന്നു. അത്രത്തോളം ദൈവജനം അധപ്പതിച്ചു, അല്ലേ? മലാക്കി പ്രവാചകന്റെ കാലം മുതൽ യേശുക്രിസ്തുവിന്റെ കാലം വരെയുള്ള 400 വർഷം ദൈവ ശബ്ദമൊന്നും കേൾക്കാത്ത, അല്ലേ, ഒരു ഇരുട്ടിന്റെ കാലഘട്ടമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ പ്രിയമുള്ളവരെ, ഊനമുണ്ടെന്ന് അറിഞ്ഞിട്ട്, കുരുടാണെന്ന് അറിഞ്ഞിട്ട്, ഇത് യാഗം കഴിക്കാൻ കൊള്ളത്തില്ലെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം ദൈവത്തെ അപമാനിക്കുന്നവരായിട്ട് അവർ മാറി. ദൈവം പറയുകയാണ്, ഇതിനെ നിന്റെ ദേശാധിപതിക്ക് കൊടുത്ത അവൻ പ്രസാദിക്കുമോ? അതുകൊണ്ട് ദൈവം കരുണ കാണിക്കേണ്ടതിന് എന്ത് ചെയ്യണം?
ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവത്തെ എങ്ങനെയാ പ്രസാദിപ്പിക്കേണ്ടത്? ഊനമില്ലാത്തൊരു യാഗം അർപ്പിക്കണം. ദൈവമക്കളെ, എങ്ങനെ നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം? വഴിപാടുമായി ദൈവത്തിന്റെ സന്നദ്ധി വരുമ്പോ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് ബോധ്യം വന്നാൽ, ആദ്യ നാളുകളിലൊക്കെ ദൈവസഭ പ്രിയമുള്ളവർ ആരെങ്കിലും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ ഇടർച്ച വന്നാൽ അപ്പോൾ നിരക്കുമായിരുന്നു. അടുത്ത കർത്തൃമേശയ്ക്ക് മുമ്പേ നിരക്കുമായിരുന്നു. ഇന്ന് സഹോദരങ്ങളെ കുറിച്ച് എന്ത് അപവാദങ്ങൾ പ്രചരിപ്പിക്കാനും എന്തൊക്കെ തിന്മ പറഞ്ഞുണ്ടാക്കാനും, പ്രിയമുള്ളവരെ വിദ്വേഷം നാളുകൾ കൊണ്ടു നടക്കാനും, വിദ്വേഷം അകത്ത് വെച്ചുകൊണ്ട് ഒരു മടിയുമില്ലാതെ ദൈവത്തെ ആരാധിക്കാനും കർത്തൃമേശയിൽ പങ്കെടുക്കാനും മടിയില്ലാത്തവരായി ആത്മീക ലോകം മാറുമ്പോ ഈ കൊച്ചു കൂട്ടായ്മയോട് എന്നോടും നിങ്ങളോടും ദൈവം സംസാരിക്കുന്ന ഒരു കാര്യം, ദൈവം നമ്മോട് കരുണ കാണിക്കേണ്ടതിന് നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം. എങ്ങനെ? ഊനമില്ലാത്ത ഒരു യാഗം. ഒന്നാമത് അതിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കണം. അല്ലേ? സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് ബോധ്യം വന്നാൽ ആ യാഗവസ്തു ഇവിടെ വെച്ചിട്ട് പോയി നിരക്കണം. ദൈവമക്കളെ, ഇങ്ങനെ ഒരു വചനം തിരുവെഴുത്തിലുള്ളതുകൊണ്ട് നാം എപ്പോഴും നമുക്ക് എല്ലാവരോടും ചിലപ്പോൾ നിരക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകും. അങ്ങോട്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് ചെന്നപ്പോ ആട്ടിവിട്ട ആളുകളൊക്കെ ഉണ്ട്. അപ്പോ പിന്നെയുള്ള മാർഗം എന്നാണെന്നറിയാമോ? പിന്നെയുള്ളൊരു മാർഗം ഇത്രയേ ഉള്ളൂ. പരമാവധി നമ്മുടെ ഭാഗത്തുനിന്നൊരു കുഴപ്പമില്ലാതിരിക്കാൻ നോക്കുക. പിന്നെ പരമാവധി നമ്മുടെ വാക്കുകൾ, നമ്മുടെ പെരുമാറ്റം മറ്റാർക്കും എന്താകരുത്? ഇടർച്ചയാകരുത്. നമ്മുടെ വാക്കുകൾ ആരെയും മുറിപ്പെടുത്തരുത്. പ്രിയമുള്ളവരെ, നമുക്ക് സഹിക്കാൻ, അങ്ങ് ക്ഷമിക്കാൻ കർത്താവിനോട് കൃപ ചോദിക്കണം. നമ്മെക്കുറിച്ച് പറയട്ടെ, അപവാദം പറയട്ടെ, പരിഹസിക്കട്ടെ, നിന്ദിക്കട്ടെ, ഒറ്റപ്പെടുത്തട്ടെ, പ്രിയമുള്ളവർ എന്തു ആയിക്കോട്ടെ. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ട്, എല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്, എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്, ന്യായമായി വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കഴിഞ്ഞാൽ അവിടുന്ന് നീതിയോടെ പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുവെടുത്ത് പറയുകയാണ്, സഹോദരൻ നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന്. ഒരു വാക്കുകൂടെ വായിക്കാമോ? മർക്കോസ് സുവിശേഷം അതിന്റെ 11-ന്റെ 25-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ ഈ വചനം വായിച്ചപ്പോ ഞാൻ ആ വല്ലതും എന്നതിന്റെ അടിയിൽ ഒരു വരയിട്ടിട്ടുണ്ട്. വല്ലതും. നിങ്ങൾ ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്കാരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. പിന്നെ നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. അല്ലേ? ഞാൻ ആളുകളെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അല്ല ഞാൻ ക്ഷമിച്ചു പാസ്റ്ററെ, ഞാൻ ക്ഷമിച്ചു, ഞാൻ പിന്നെ ആ വീട്ടിൽ പോകുകയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലേ? ക്ഷമിച്ചു, ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ആ വീട്ടിൽ പോവുകയില്ല, എന്റെ വീട്ടിൽ കയറ്റുകയില്ല, ഞാൻ പോവില്ല. അപ്പൊ പിന്നെ എന്നതാ ക്ഷമിച്ചിട്ടില്ലെന്നാ അതിന്റെ അർത്ഥം. അല്ലേ? പ്രിയമുള്ളവരെ, ക്ഷമിക്കുക. തിരുവെടുത്തത് പറയുന്നു. എങ്ങനെ ക്ഷമിക്കണം? കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ. പ്രയോജനമാർക്കാ? പ്രയോജനം ക്ഷമിച്ചവർക്കാണ് പ്രയോജനം, ക്ഷമിക്കാത്തവർക്കല്ല. മറ്റൊരു ക്ഷമിച്ചോ ഇല്ലെന്നൊക്കെ വിഷയമല്ല. ഞാനത് ക്ഷമിക്കുന്നു. കർത്താവേ, എന്നോട് ക്ഷമിക്കണം, എന്നോട് ചെയ്ത തെറ്റ് ഞാൻ ക്ഷമിക്കുന്നു. ഞാനിത് ആരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല, ഞാൻ അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നില്ല. എന്നെ അറിയുന്നവൻ, എന്നെ നടത്തുന്നവൻ എല്ലാ നാളും എന്നോട് കൂടെ ഉണ്ടല്ലോ. ഒരു പാട്ട് പാടുന്നില്ലേ? എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗെനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗെനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണുപോകാതെ മേഘസ്തംഭമായി യാഗെനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണുപോകാതെ മേഘസ്തംഭമായി യാഗെനിക്കുണ്ട്. കാലിടറാതെ
കല്ലിൽ തട്ടാതെ കാത്തിടുന്നെന്നെ നാഥനെന്നെന്നും കാലിടറാതെ കല്ലിൽ തട്ടാതെ കാത്തിടുന്നെന്നെ നാഥനെന്നെന്നും എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും. ആമേൻ 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 ആമേൻ. നമ്മെ അറിയുന്നവൻ, നമ്മെ നടത്തുന്നവൻ. പ്രിയമുള്ളവരെ, തിരുവെടുത്ത് പറയുന്നു, നിന്റെ സഹോദരന് നിന്നോട് നിനക്കാരോടെങ്കിലും ഇല്ലേ, 25 മർക്കോസ് 11:25, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്കാരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. വല്ലതും. ഞാൻ ഈ വല്ലതിനെ കുറിച്ച് എന്റെ മനസ്സിൽ വന്ന ഒരു ചിത്രം എന്നാണെന്നറിയാമോ? ഞാൻ ഈ വെള്ള ഷർട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് കഴുകൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ലിസിയെ നന്നായിട്ട് കഴുകാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഒരിക്കൽ ശ്രദ്ധിച്ചു, ഈ കഴുകിയപ്പോഴേ ഇതിങ്ങനെ കഴുകി കഴിഞ്ഞിട്ട് എപ്പോഴും പരാതിയാണ്. കാരണം എത്ര കഴിയാലും പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പിന്നെ കാണും. അപ്പൊ ഇത് കഴുകി എല്ലാം എടുത്തിട്ട് പിന്നെ ആളിങ്ങനെ നോക്കുവാണ് എവിടെയെങ്കിലും. കാരണം ഈ വെള്ളയായതുകൊണ്ട് ഇതിനകത്തൊരു ചെറിയ പാടുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്? അത് തെളിഞ്ഞു കാണുക. അപ്പൊ എന്തിനാണ് ഇത് നോക്കിയത്? എന്തെങ്കിലും ഉണ്ടോന്നാ. അപ്പൊ എന്തെങ്കിലും കണ്ടു, അന്ന് അവിടെ ഇരിക്കട്ടെ, അതിനാണോ നോക്കിയേ? അല്ല, നോക്കിയത് എന്തിനാ? വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ കഴുകിക്കളയാനാ നോക്കിയത്. അതും കൂടെ കഴുകിക്കളയാൻ, അല്ലേ? കാരണം ഇതിനകത്ത് എന്താകരുത്? അഴുക്കിരിക്കരുത്. ദൈവമക്കളെ, വചനം പറയുന്നു, നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ. അപ്പൊ യാഗം കഴിക്കുന്ന വിഷയത്തിൽ പ്രിയമുള്ളവരെ, ഒന്നാമത് തിരുവെടുത്ത് പറയുകയാണ്, സഹോദരങ്ങളോട് നിരപ്പാകണം. സമയം പോകുന്നല്ല, ഒരു കാര്യം കൂടെ നമുക്ക് ഇന്ന് ചിന്തിക്കാം. പരിചയമുള്ള ഒരു വാക്ക്, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം. നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി, ഒന്നാമത്തെ പ്രവൃത്തി. അപ്പൊ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒന്നാമത്തെ പ്രവൃത്തി ഏതാണ്? ഒന്നാമത്തെ പ്രവൃത്തി ഏതാണ്? അവിടെ 4-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഇല്ലേ? നമ്മളെല്ലാം വളരെ ഹൃദയം തകരേണ്ട ഒരു വാക്കാണിത്. ഇത് പറയാൻ എനിക്കും ഭയമാണ്, അല്ലേ? നമുക്കെല്ലാം, അല്ലേ? കാരണം എന്താണ്? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. കർത്താവ് നമ്മെ നോക്കുമ്പോ, പ്രിയമുള്ളവരെ, നമ്മെ കാണുന്നത് അപ്പൊ ആദ്യത്തെ പ്രവൃത്തി, ഒന്നാമത്തെ പ്രവൃത്തി, രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിനോടുള്ള ബന്ധത്തിൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൽ നാം വിശ്വസിച്ച് കഴിഞ്ഞപ്പോ, യേശുക്രിസ്തുവിലൂടെയുള്ള നീതീകരണം ലഭിച്ചു കഴിഞ്ഞപ്പോ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ നമ്മിൽ വന്ന ആദ്യത്തെ പ്രവൃത്തി എന്നാണെന്നറിയാമോ? രക്ഷിച്ചവനോടുള്ള സ്നേഹമാണ്, അല്ലേ? സത്യമല്ലേ? ശരിക്കും നമ്മുടെ ഉള്ളിൽ വന്നത് എന്താ? കർത്താവിനോടുള്ള സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ നിന്നല്ലേ അനുസരണം വന്നത്? പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട വ്യക്തി സ്നാനപ്പെടണമെന്ന് ദൈവവചനം വായിച്ചപ്പോ, പ്രിയമുള്ളവരെ, സ്നാനപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി നമുക്കറിയാം. സ്വന്തക്കാർ ഉപേക്ഷിക്കും. നമ്മുടെ കുടുംബക്കാര് തലമുറയായി പല പാരമ്പര്യങ്ങളിൽ കഴിയുന്നവർ, അതിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വരുമ്പോൾ നാം ഒറ്റപ്പെട്ടു പോകും. പ്രിയമുള്ളവരെ, എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തും, ഒക്കെ നമുക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ട് സ്നാനപ്പെട്ടു? ഒറ്റ കാര്യമുള്ളൂ. പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിക്കുന്നു. കർത്താവിന്റെ സ്നേഹമാണ് നിർബന്ധിച്ചത്. പ്രിയമുള്ളവരെ, എതിർപ്പ് വരുമെന്നറിയാം, പ്രതികൂലം ഉണ്ടാകുമെന്നറിയാം, എന്നിട്ടും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചത് ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ്. ആദ്യത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തോടുള്ള സ്നേഹമാണ്. എഫെസോസിലെ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ പറയുന്ന വാക്ക് എന്നാണെന്നറിയാം? അവർക്ക് ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്, നമ്മൾ അതൊക്കെ വായിക്കുന്നുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങൾ എന്തൊക്കെയാ വായിക്കുന്നത്? അതിന് 2-ാം അധ്യായത്തിന്റെ 2 മുതൽ വായിക്കുമ്പോൾ, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരായിരിക്കെ അല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും, പിന്നെ നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. പിന്നെ എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു ഒത്തിരി നന്മകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണേ, ഒത്തിരി നന്മകളുണ്ട് അവരുടെ പ്രവൃത്തി. പിന്നെ എന്തൊക്കെയാ അവിടെ പറയുന്നത്?
അവരുടെ പ്രയത്നം, സഹിഷ്ണുത, കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തത്, അപ്പസ്തോലന്മാരല്ലാതിരിക്കെ അപ്പസ്തോലന്മാരെന്ന് പറഞ്ഞവരെ പരീക്ഷിച്ച കള്ളന്മാരെന്ന് കണ്ടത്. ഇത് എടുത്തു പറയുന്ന കാര്യമാണ്. നിനക്ക് സഹിഷ്ണുതയുള്ളത്, എന്റെ നാമം നിമിത്തം നീ സഹിച്ചത്, ഇതൊക്കെ ശ്രേഷ്ഠമല്ലേ? കർത്താവ് ഇത്രയും പോരെ, ഇത്രയും പോരെ? ഇപ്പൊ കർത്താവ് പറയും, പോരാ മോനെ, പോരാ മോളെ, ഇത്രയും പോരാ, ഞാൻ ഇതിൽ നിന്ന് അപ്പുറമായി ഇത് പ്രതീക്ഷിക്കുന്നു. എന്താണ് ദൈവം പ്രതീക്ഷിക്കുന്നത്? നീ എന്നെ അറിഞ്ഞ ആദ്യ നാളിലെ ആ സ്നേഹമുണ്ടല്ലോ, അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവമക്കളെ, അത് ദൈവം പ്രതീക്ഷിക്കുന്നു അല്ലേ? ആദ്യ നാളിലെ ആ സ്നേഹം, കർത്താവിനെ അറിഞ്ഞ ആദ്യ സമയത്തുള്ള സ്നേഹം നമുക്കൊന്ന് നോക്കാം എത്രത്തോളം ഉണ്ട്. കർത്താവിനോട് പറയണം, കർത്താവേ, ആദ്യ സ്നേഹം കുറഞ്ഞുപോയി. കർത്താവ് ഇന്ന് സഭയത്തിന് വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, സുവിശേഷ വേല ചെയ്യുന്നുണ്ട്, പലതൊക്കെ ഉണ്ട്. പക്ഷെ നോക്കുമ്പോ അന്നത്തെ ആ സ്നേഹം അതെത്ര തീഷ്ണതയോടെയാണ്, ആ തീഷ്ണതയിൽ നിന്നാണ്, ആ സ്നേഹത്തിൽ നിന്നാണ് അതിന് കുറവ് വന്നിട്ടുണ്ട്. ദൈവമക്കളെ, കർത്താവിനോട് പറയണം, കർത്താവേ, എന്നെ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യം കൂടെ ഇതിനോട് ചേർത്തൊന്ന് വായിക്കാമോ? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ മോളെ മൈക്കിലൂടെ വായിക്കട്ടെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, നീ ചെന്ന് യെരുശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും, നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും, വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. അപ്പൊ നമ്മൾ വായിക്കുമ്പോ എന്ത് പറയണം? രക്ഷിക്കപ്പെട്ട നാളിലെ, അന്നല്ലേ നമ്മുടെ കല്യാണം ഉറപ്പിച്ചത് അല്ലേ? യേശുക്രിസ്തുവാകുന്ന മണവാളനുമായിട്ട് നമ്മുടെ കല്യാണം ഉറപ്പിച്ചത് എന്നാണ്? രക്ഷിക്കപ്പെട്ടപ്പോഴാണ്, യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോഴാണ്. ആ രക്ഷിക്കപ്പെട്ട നാളിൽ കർത്താവിനോടുണ്ടായിരുന്ന സ്നേഹം കർത്താവ് പറയുന്നു, ഞാനത് ഓർക്കുന്നു. അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് താഴെ പോയി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അല്ലേ? ഈ കുടുംബജീവിതം, വിവാഹ ജീവിതത്തിലേക്കൊക്കെ വരുമ്പോ ആ കല്യാണം ഉറപ്പിച്ച ആ പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന ആ വരനോടുള്ള സ്നേഹം എന്താണ്? ആ ശബ്ദം കേൾക്കാനുള്ള കൊതി എത്രയാണ്? ആ സാന്നിധ്യത്തിനു വേണ്ടിയുള്ള വാഞ്ച എത്രയാണ്? എത്ര തിരക്കിന്റെ ഇടയിലും ഫോൺ വന്നാൽ അവിടെ എങ്ങാനും കിടക്കട്ടെ, സമയമുണ്ടെങ്കിൽ വിളിക്കാം. ആരെങ്കിലും ചിന്തിക്കോ സൂസനെ? ചിന്തിക്കില്ല അല്ലേ? എന്താ ചിന്തിക്കാത്ത? തിരക്ക് കൂട്ടി എടുക്കുമ്പോൾ 2 കാര്യം കാണും. ഒന്ന് സ്നേഹം കൊണ്ടെടുക്കുന്നു, മറ്റൊരു കാര്യം ഞാനിത് എടുക്കാതെ അവഗണിച്ച് അതിനേട്ടേച്ച് പോയാലോ ഇല്ലേ? ഓക്കെ ഇല്ലേ? ആ സ്നേഹം എന്ത് ചെയ്യാണ്? കാരണം എന്നാ അതിനേക്കാൾ സുന്ദരന്മാരായ ചെറുക്കന്മാരില്ലേ, പണമുള്ളവരില്ലേ, പലരും ഉണ്ടോ? ഒക്കെ ശരിയാന്നേ. പക്ഷെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്നേഹം, അതുകൊണ്ടാ ഭക്തന്മാർ പാടിയത്, എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ഹല്ലേലൂയ. ഈ മണ്ണിനു വേണ്ടി ഞാൻ മാണിക്യം കളയുകയില്ല. കർത്താവ് പറയുന്നു, വിവാഹം നിശ്ചയിച്ച നാളിലെ ആ സ്നേഹവും ഞാൻ ഓർക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? അടുത്ത വാക്യം, ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവന്റെ വിളവിന്റെ ആദ്യഫലവുമാകുന്നു. അവനെ തിന്നുകളയുന്നവരൊക്കെയും കുറ്റക്കാരായി തീരും. അവനെ തിന്നുകളയുന്നവരൊക്കെയും കുറ്റക്കാരായി തീരും. അവർക്ക് ദോഷം വന്ന് ഭവിക്കും എന്നായിരുന്നു യഹോവയുടെ അരുളപ്പാട്. പ്രിയമുള്ളവരെ, യഥാർത്ഥ ആദ്യ സ്നേഹത്തിൽ നിലനിന്നാലത്തെ ഗുണം എന്നാണെന്നറിയാമോ? അവരെ തിന്നുകളയുന്നവരൊക്കെയും ആരായിത്തീരും? കുറ്റക്കാരായി. കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ നേരെ പ്രിയമുള്ളവരെ ഒരുവൻ വാളെടുത്താൽ പ്രിയമുള്ളവരെ സംഭവിക്കുന്നത് എന്താ? നിങ്ങളെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു അല്ലേ? പ്രിയമുള്ളവരെ, 10-ാം നൂറ്റാണ്ടിൽ ദൈവസഭയ്ക്ക് ഉപദ്രവം ചെയ്ത ശബരിനോട് കർത്താവ് നേരിട്ട് പറഞ്ഞു, മുള്ളിന് നേരെ ഉதைക്കുന്നത് നിനക്ക് വിഷമമാണ്. ശൗൽ ചോദിക്കുന്നത്, കർത്താവേ നീ ആരാകുന്നു? കർത്താവിന്റെ മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ ഉപദ്രവിക്കുന്ന യേശുവിനെ പൗലോസ് ഉപദ്രവിച്ചില്ല. പൗലോസ് ഉപദ്രവിച്ചത് മുഴുവൻ ആരെയാണ്?
ക്രിസ്തു ശിഷ്യന്മാരെയാണ്. ക്രിസ്തു ശിഷ്യന്മാരുടെ നേരെ ചെയ്ത ഓരോ ഉപദ്രവവും ആരുടെ നേരെയായിരുന്നു? യേശുവിന്റെ നേരെയായിരുന്നു. അതല്ല ഇവിടെ പറയുന്നത്. അവനെ തിന്നുകളയുന്നവരൊക്കെ ആരായിത്തീരും? കുറ്റക്കാരായിത്തീരും. അവർക്ക് ദോഷമെന്ന് ഭവിക്കും എന്നായിരുന്നു യഹോവയുടെ അരുളപ്പാട്. അല്ലേ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മെ എന്തെല്ലാം വിളിച്ചാലും ദൈവസഭ ഒരു കൂത്തുകാഴ്ചയാക്കി മാറ്റിയാലും ചെയ്യുന്നവർക്കൊന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? നാം ആദ്യ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയതാണ്. ആദ്യ സ്നേഹത്തിൽ നിൽക്കുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. 1-ാം നൂറ്റാണ്ടിൽ വെളിപ്പെട്ടതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ദൈവമക്കളെ, ഈ സന്ദേശം ഞാനും നിങ്ങളും ഒരുപോലെ നമുക്ക് ഏറ്റെടുക്കാൻ. കർത്താവേ, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ, ആദ്യ സ്നേഹത്തിൽ നിലനിൽക്കാൻ കർത്താവിന്റെ കൃപ ആവശ്യമാണ്. ഒന്നാമത് ചെയ്യേണ്ടത് തിരുവെടുത്ത് പറയുന്നു, ആ രക്ഷിക്കപ്പെട്ട നാളുകളിൽ, കല്യാണം ഉറപ്പിച്ച യേശുവിനെ സ്വീകരിച്ച നാളുകളിൽ ഉണ്ടായിരുന്ന ആ സ്നേഹത്തിലേക്ക് നാം മടങ്ങി വരണം. ആ വെളിപ്പാട് പുസ്തകത്തിൽ തുറന്ന് വായിക്കുന്ന എന്താണ്? അവിടെ നാം വായിക്കുന്ന വാക്ക് മറന്നു പോകരുത്. എന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് അടുത്ത വാക്യം വായിക്കുന്നത്? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുക. പിന്നെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആദ്യത്തെ പ്രവൃത്തി ഏതാണ്? കർത്താവിനെ സ്നേഹിക്കുക. ആദ്യത്തെ പ്രവൃത്തി കർത്താവിനെ സ്നേഹിക്കുക. 1 കൊരിന്ത്യർ 16:22 വായിക്കുന്നു, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ആരാണ്? ശപിക്കപ്പെട്ടവനാണ്. 1 കൊരിന്ത്യർ 16:22 കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവനാണ്. നമ്മോട് പറയുന്നു, നാം അനുഗ്രഹിക്കപ്പെടും ദൈവമക്കളെ. കർത്താവിനെ നമുക്ക് സ്നേഹിക്കും. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് ഓർക്കാം. നാം ഇനി തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് വരികയാണ്. എന്തിനാണ് തിരുവത്താഴ ശുശ്രൂഷ ദൈവസഭയ്ക്ക് നൽകിയത്? ഈ ശുശ്രൂഷ തന്നപ്പോ കർത്താവ് പറഞ്ഞ വാക്കെന്താണ്? നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണം. എന്തിനാണ് ഓർക്കുന്നത്? കർത്താവിനറിയാം. കർത്താവിനെ ഓർക്കാൻ ഈ തിരുമേശ നിങ്ങൾ നടത്തുമ്പോ പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നത് ഓർക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്നൊന്നും കർത്താവിനെ വിട്ടുപോകാൻ കഴിയില്ല. അല്ലേ? ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ പ്രിയമുള്ള ദൈവപുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ടത്, അവിടുത്തെ ശരീരം ചാട്ടുവാറിനാൽ അടിച്ച് കീറപ്പെട്ടത്, അവിടുത്തെ ശിരസിൽ മുൾക്കിരീടം വെച്ച് അടിക്കപ്പെട്ടത്, പ്രിയമുള്ളവരെ, ആ താടിരോമങ്ങൾ പിടിതെടുക്കുന്ന അവസ്ഥ, വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തിയ അവസ്ഥ, കൈകാലുകൾ ആണികളാൽ തുളയ്ക്കപ്പെട്ടത്, പ്രിയമുള്ളവരെ, അവിടുത്തെ ശരീരം നമുക്ക് വേണ്ടി തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്. കർത്താവ് പറയുന്നു, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് എന്ത് ചെയ്യണം? ഓർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓർക്കുന്തോറും കർത്താവിനോടുള്ള സ്നേഹം. ദൈവമക്കൾ, ഇന്ന് ഈ തിരുവത്താഴ ശുശ്രൂഷ നാം പങ്കെടുക്കുമ്പോ, കർത്താവിനെ ഓർക്കുമ്പോ, അത് കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ വർധനവിന് കാരണമാകട്ടെ. പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത്. നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് പ്രിയമുള്ളവർ, ഈ ലോകത്തിന്റെ ഒരു വസ്തു കൊണ്ടും സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് കർത്താവ് തന്നെ ഇറങ്ങി വന്ന അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ചിന്തി. ഓർക്കുന്തോറും സ്നേഹമെന്നിൽ